നടന്മാരുടെ കുറച്ച് അവരെന്തോ വലിയ സ്റ്റാറാണെന്നൊക്കെ ചിന്തിക്കുകയും അതിനെ ബൂസ്റ്റ് ചെയ്തുകൊണ്ട് പോകാൻ ശ്രമിക്കുകയാണ്. പക്ഷെ അവര് താരമാകാനാണ് ശ്രമിക്കുന്നത്, അവരൊരു നടനാകാൻ ശ്രമിക്കില്ല. ടൈപ്പ് കാസ്റ്റ് വരുന്നുണ്ടോ എന്നൊരു സംശയമുണ്ട്. അതായത് നമ്മളെ ബേസിൽ ജോസഫ് കുറച്ചും കൂടെ നല്ല രീതിയിൽ ചിന്തിച്ചാൽ അദ്ദേഹത്തിന് ഇനിയും, ഞാൻ പറഞ്ഞില്ലേ ബേസിൽ ജോസഫ് എന്ന് പറയുന്ന ഒരു ബ്രാൻഡാണ്, ആ ബ്രാൻഡിന് നിലനിർത്താൻ ക്ലൈമാക്സിലാണ് മിസ്റ്ററി സോൾവ് ചെയ്യുന്നത്. നല്ല രസമായിട്ട് നല്ല ഇന്ത്യൻസ് ആയിട്ടുണ്ട്. സൗത്തിൻ്റെ ക്ലൈമാക്സ് പെർഫോമൻസ് ഒക്കെ അടിപൊളിയാണ്. എന്താ പടം ഏത് പടം ഏത് ത്രില്ലറാണ് എന്ന് വെച്ചാൽ അടിപൊളി. ഒരു മിനിറ്റ് പോലും നമുക്ക് ഒരു ലാഭമോ ഒന്നും തോന്നിയില്ല. കണ്ടു മിഴിച്ച് തന്നെ ഇടലും പ്രൗഢ എല്ലാവരും പെർഫോമൻസ് എന്ന് പറഞ്ഞാൽ 5 മെയിൻ ആക്ടേഴ്സ്, ബാക്കി എല്ലാ ജൂനിയർ ആർട്ടിസ്റ്റ് അവരൊക്കെ ചെയ്യുന്ന പെർഫോമൻസിനോട് മെട്രോയിൽ വരെ ജൂനിയർ ആർട്ടിസ്റ്റിന്റെ വിരളി കലക്കും അവരാണ്. ഇതിലും പ്രൗഢ മസ്റ്റ് വാച്ച് തിയേറ്റർ. അത് തിയേറ്റർ തന്നെ കണ്ടാലും അതിന്റെ എഡിറ്റിങ്ങിന്റെ സൗണ്ടിന്റെ ഒക്കെ ഭംഗി അറിയാൻ പറ്റുള്ളൂ. എല്ലാം ചെമ്പര കാലത്താണ് അഭിനയ സാധ്യതകൾ മാത്രമേ അടിപൊളി നല്ല നല്ല സസ്പെൻഷനുകളാണ് നമ്മൾ കണ്ടിരിക്കണം. ഒരു ഒട്ടും ലാഗില്ലാതെ നമ്മൾ എൻഗേജിലാണ് പടത്തിൽ മുഴുവൻ നമ്മൾ എൻഗേജ്. എങ്ങനെ ഉണ്ടായിരുന്നു ബേസിൽ ഒരു കോംബോ ഒക്കെ? അവരുടെ കോംബോ എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളിയായിരുന്നു, നന്നായിരുന്നു. കോംബോ തന്നെ പറയാം. എല്ലാരെയും കൂടെ വെച്ചിട്ടൊരു എങ്ങനെയാണ് അവരുടെ കോംബോ എങ്ങനെ ഉണ്ടായിരുന്നു? വർക്കൗട്ട് ബേസിൽ പൊതുവെ ചിരിപ്പിക്കുന്ന ഒരു ആക്ടറും കൂടെയാണ്. അപ്പൊ അത് ഓക്കെ താങ്ക് യു. ഓക്കെ, കഥയൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? ആ അതെ അതെ ഉണ്ട് 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 ഉണ്ട്. ഓക്കെ, എന്താ കൂടുതൽ ഇഷ്ടപ്പെട്ടെ? ആ ഓക്കെ താങ്ക് യു താങ്ക് യു. ആ ഓ ഓക്കെ, എൻഗേജ്ഡ് ആയിരുന്നു അല്ലേ? അവരുടെ കോംബോ എങ്ങനെയുണ്ട്? അത് വർക്കൗട്ടായോ? അവരുടെ കോംബോ വർക്കൗട്ടായോ? സൗബിൻ ബേസിൽ കോംബോ ഓക്കെ. ഈ ആഴ്ച ഈ ആഴ്ചത്തെ ഒരു ഹിറ്റായിട്ട് പ്രതീക്ഷിക്കാം അല്ലേ? ബേസിന്റെ ഗ്രാഫ് വളർന്നുകൊണ്ടിരിക്കുകയാണ്.